അതായത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതി ജനീനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്തിരി കടന്നു കയറി അശ്ലീല പദപ്രയോഗങ്ങളോ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും സെക്ഷൽ എക്സ്പ്ലിസിറ്റായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ IT ആക്ട് 67 അട്രാക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ചില നടപടിക്രമങ്ങളുടെ ഏതിനാണെന്ന് ശരി, ഇതിൻ്റെ സത്യാവസ്ഥ രാജൻ ജോസഫ് അങ്ങനെ എന്തെങ്കിലും പ്രസിദ്ധീകരിക്കുന്ന കാര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനെന്ത് തെളിവുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. അതിനാണ് അർണേഷ് കുമാർ വേഴ്സ് ബീഹാർ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ വിധിയിൽ കൃത്യമായി കോടതി പറഞ്ഞിട്ടുള്ളത് 7 വർഷത്തിന് താഴെ ശിക്ഷ കിട്ടുന്ന വകുപ്പുകളുള്ള കേസിൽ BNSS 35(3) പ്രകാരം നോട്ടീസ് കൊടുത്ത് ആർക്കാണോ അവർക്ക് പറയാനുള്ള കാര്യങ്ങളും രേഖകൾ സമർപ്പിക്കാനുള്ള കാര്യങ്ങളും സമയം കൊടുക്കണം. അല്ലാതെ നേരെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും അധികാരം പോലീസിനില്ല. ഇപ്പോൾ ആദ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും രണ്ടാമത് അറസ്റ്റ് ചെയ്തതും ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് രണ്ട് കേസായി മാറില്ലേ സാറേ? ആദ്യത്തെ കേസിന്റെ അറസ്റ്റ് കഴിഞ്ഞു, ജാമ്യത്തിൽ വിട്ടു, വീണ്ടും മറ്റൊരു കേസ് വരുമ്പോൾ രണ്ടാമത്തെ കേസായിട്ടല്ലേ? തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ കേസാണ്. എത്ര കേസ് വന്നാലും പുതിയ പുതിയ കേസുകളാണ്. അദ്ദേഹം പുതിയതായി വീഡിയോ ചെയ്തത് ആദ്യത്തെ വീഡിയോയിലെ ലംഘനമാണെന്നും ജാമ്യം കൊടുത്തതിന്റെ ലംഘനമാണെന്നും അതോടൊപ്പം പുതിയ വീഡിയോയിൽ വീണ്ടും ഇത്തരത്തിൽ അപകീർത്തികരമായ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സെക്ഷൽ എക്സ്പ്ലിസിറ്റായ വാചകങ്ങൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ശ്രീരാമ കുഞ്ഞമ്മയുടെ പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ സ്ഥിരം ഒഫൻഡർ എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ രാജൻ ജോസഫിന് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. ഈ 2 കേസിലും അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല.